ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അപർണാനീഷ്. അപ്പോൾ ഇതാ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനൽ PYQന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ ആവശ്യമുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ്സ് ത്രൂ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ അതിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ ആൻസേഴ്സ് ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വീഡിയോയിൽ തന്നെയോ അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുൻകാല ചോദ്യപേപ്പറുകളെ വിലയിരുത്തിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകളെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പ്രോപ്പറായിട്ട് നമ്മളൊരു എക്സാമിനെ എങ്ങനെയാണോ നോക്കി കാണുന്നത് അതേപോലെ തന്നെ OMR ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ നിന്നൊക്കെ PSC ഏതൊക്കെ ടോപ്പിക്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ആ ഓരോ ടോപ്പിക്സിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഇനി വരുന്ന പരീക്ഷകൾക്കും എല്ലാം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഏറെക്കുറെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനും മുന്നേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് PSC ചോദിച്ചിട്ടുള്ള അതേ മേഖലകളിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചോദ്യം എങ്ങനെയാണ് വരുന്നത് എന്ന് അറിഞ്ഞു പഠിച്ചാൽ അത് നിങ്ങളുടെ PSC പഠനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. മാറ്റം അറിഞ്ഞു പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഓരോ വർഷങ്ങളിലും PSC പരീക്ഷകളിൽ വരുന്ന മാറ്റങ്ങളും അതനുബന്ധിച്ച് നമ്മുടെ ചോദ്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ അവലോകനം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് ഏതൊക്കെ തരം ചോദ്യപേപ്പറുകളാണോ ആവശ്യമുള്ളത്, അതായത് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏതൊക്കെ തസ്തികകളിലേക്ക് നടന്നിട്ടുള്ള ചോദ്യപേപ്പറുകളാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും. ഇനി ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എല്ലാവരും പഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക്, ഏതൊരു പോസ്റ്റിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ പഠിക്കുന്നത് അത് കൂടുതൽ ആത്മാർത്ഥമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റെല്ലാ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും മറ്റ് വിനോദങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കും. അവിടെ നിങ്ങൾ മറ്റുള്ളവരുടെ കളിയാക്കലുകളോ തളർത്തലുകളോ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ ആ ഒരു പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ആ ഒരു പീക്ക് ലെവൽ ഓഫ് ഹാപ്പിനെസ്, നമ്മുടെ ആ ഒരു ജോബ് കിട്ടുന്ന ഒരു മൊമെന്റ്, അത് മാത്രം മതി നമ്മുടെ ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും ഒക്കെ. അപ്പോൾ ആ ഒരു പഠനത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്യും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ കമന്റ്സിലൂടെ രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും.